സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ഡിവോഷനാണ്. നമ്മൾ സമൂഹത്തിനായി സമർപ്പിക്കുന്ന ഒരു ഡിവോഷൻ. പുതിയ തലമുറയെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള പാതയൊരുക്കാനുള്ള മനസ്സിനെ ധൈര്യപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. വെറും പഠിപ്പിക്കുക എന്ന് മാത്രമല്ല, വിജ്ഞാനം വിളമ്പുക എന്ന് മാത്രമല്ല, അതൊരു ഡിവോഷനായി ഏറ്റെടുത്ത ഒരു കലാലയമാണ്. നിങ്ങൾ എഴുതിക്കൊണ്ട് നിങ്ങളെ മുഖസ്തുതി പറയുന്നതാണെന്ന് ധരിച്ചിട്ട് എന്നോട് പറയണ്ട. ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നതാണ്. ചിലപ്പോൾ വിദേശത്ത് സഹായം വാങ്ങിക്കും, ഉള്ളവർ സഹായിക്കും. നമ്മുടെ ദരിദ്ര രാജ്യമാകുന്ന കാലത്ത് നമ്മളെ സഹായിക്കാൻ മറ്റുള്ളവർ വരും. അങ്ങനെ സ്ഥാപനങ്ങളെ, NGO സംഘടനകളെ സഹായിക്കും. അങ്ങനെ സഹായിക്കുമ്പോൾ അവരെ നിയന്ത്രിക്കലാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസ പരിഷ്കാരം അല്ലെങ്കിൽ ഭരണപരിഷ്കാരം എന്ന് വിചാരിച്ച് കൊണ്ടുവരുന്ന ബിൽ മോട്ടീവായിട്ടുള്ള ബില്ലാണ് FCR ബിൽ എന്ന് പറയുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ഇലക്ഷന്റെ ഇടയിൽ മനസ്സിലാക്കാൻ നോക്കി. ഞങ്ങളെല്ലാം കൂടെ ശക്തമായി വീണ്ടും ലക്ഷ്യം ചെയ്തു. ഞങ്ങളുടെ ജോലി ഇപ്പോൾ ആ ബില്ലിനെ എതിർക്കുക, തോൽപ്പിക്കാൻ ശ്രമിക്കുക, അതിനെ പിൻവലിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഇന്ത്യയിലെ സന്നദ്ധ സംഘടനാ പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളെ, അതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെല്ലാം തകർക്കാൻ വേണ്ടി സത്യത്തിൽ ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞാൽ അതൊരു ഹിഡൻ പൊളിറ്റിക്കൽ അജണ്ടയോടെ ഒരു സമൂഹത്തെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ബില്ലാണ്. അതിനെ ഈ പാർലമെന്റിൽ അവതരിപ്പിക്കാനും അനുവദിപ്പിക്കാനും സമ്മതിക്കാൻ ഞങ്ങളുടെ മനസ്സ് അനുവദിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഞങ്ങളുടെ. ഇതൊരു യൂണിഫൈഡ് സിലബസിന്റെ കീഴിൽ ഒരു കെട്ടയായി കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒന്നല്ല. വ്യക്തികൾക്ക് അധികാരം കൊടുക്കണം. അതുകൊണ്ടാണ് കൺകറന്റ് ലിസ്റ്റിൽ അത് വെച്ചിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ ഈ പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ കൺകറന്റ് ലിസ്റ്റിൽ യാതൊരു ആവശ്യകതയില്ല. സ്റ്റേറ്റ് ഓൺഡ് യൂണിവേഴ്സിറ്റികളെ പോലും UGC എന്ന് പറയുന്നത് അപ്രസക്തമാകാൻ പോവാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ പുതിയൊരു കൗൺസിൽ വരും. ഇന്ത്യയിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളെ നിയന്ത്രിക്കാൻ ഒറ്റ ഒന്ന്, അത് ഇൻക്ലൂഡിംഗ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് സ്റ്റേറ്റ് ഓൺഡ് യൂണിവേഴ്സിറ്റി. വൈസ് ചാൻസലർമാരെ നേരിട്ട് ഡൽഹിയിൽ തീരുമാനിക്കും. നിങ്ങൾ എന്ത് പഠിപ്പിക്കണം തീരുമാനിക്കും, എങ്ങനെ പഠിപ്പിക്കണം തീരുമാനിക്കും. അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. സിലബസും കരിക്കുലവും ഈ രാജ്യത്ത് സ്വയം തീരുമാനിക്കുന്നു. ഗോഡ്സെ മഹാനും മഹാത്മാഗാന്ധി മോശവുമായി നാളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതിന് പറ്റുന്ന ഒരു സിസ്റ്റമാണ് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടിയാണ് ഇതിന്റെ കൊണ്ടുവരുന്നത്. ഒരു യൂണിഫൈഡ് യൂണിവേഴ്സിറ്റി കൺട്രോൾ ചെയ്യുന്ന ഒരു ഏജൻസി ബില്ലായിട്ട് മാറും. ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ പറ്റുന്നില്ല. കേരളത്തിലെ കേരള സർവകലാശാലക്ക് തെറ്റുണ്ടെങ്കിൽ കേരള സർവകലാശാലയിൽ സിദ്ധിക്കറ്റും അതുപോലെ ഗവൺമെന്റ് ഇതിനെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് ഒരുപാട് വിഭാഗങ്ങളുണ്ട്. നമ്മളൊന്നും ഗവർണർമാരുടെ ഇഷ്ടത്തിനനുസരിച്ച് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന രീതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവർണർമാരല്ല. ഞാൻ നിങ്ങളുടെ യോഗത്തിൽ വന്ന് രാഷ്ട്രീയം പറയുന്നതാണെന്ന് തിരിച്ചിരിക്കുന്നത്. വൈസ് ചാൻസലർമാരെ നാഗ്പൂരിൽ നിന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമായിട്ട് ഇപ്പം നിലകൊള്ളുന്നത്. അക്കാഡമിക് രംഗം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇത് വളരെ പാവനമായിട്ടുള്ള രംഗമാണ്. ഭരിക്കുന്നവരായാലും പ്രതിപക്ഷത്തിരിക്കുന്നവരായാലും അവരുടെ രാഷ്ട്രീയ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് അവർക്ക് നിയന്ത്രിക്കപ്പെടേണ്ട ഒന്നാകരുത് വിദ്യാഭ്യാസം. ഒരു കാര്യം